നാഥാപുരം കുറ്റ്യാടി മേഖലകളിൽ CPM ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. LDFിന്റെ പ്രകടന പത്രികയിൽ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേക ഗ്രാന്റ് അനുവദിച്ചാൽ അത്ഭുതപ്പെടാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ കുറ്റ്യാടിയിൽ നടന്ന പീസ് വാക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശങ്ങളിലെയും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് നടന്നു വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സഹോദരി തങ്കം ഉണ്ടായിരുന്നു. അവർ പറയുകയായിരുന്നു, ബിദുൽ എന്ന് പറയുന്നവരുടെ മകൻ കണ്ണൂരിൽ വെച്ച് വിദ്യാർത്ഥി സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് ഒരു പ്രതിഷേധം നടത്തിയതിന് ആ വീട്ടിലേക്ക് ബോംബെറിഞ്ഞതിന്റെ ദുരനുഭവങ്ങൾ അവർ വിവരിക്കുകയായിരുന്നു. ഇതൊരു തങ്കത്തിന്റെ മാത്രം കഥയല്ല. ഈ നാദാപുരത്തും കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് അമ്മമാരുടെ വേദനയും കരച്ചിലും ഉണ്ടായിട്ടുള്ളത് ഈ ദുരനുഭവങ്ങളിലാണ്. അക്രമ രാഷ്ട്രീയം, തങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ ഇല്ലാതാക്കാൻ ബോംബ് നിർമ്മാണം ഒരു കുടിൽ വ്യവസായമാക്കി മാറ്റിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി ഞാൻ അത്ഭുതപ്പെടുകയാണ്, CPMന്റെ പ്രകടന പത്രികയിൽ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേകമായിട്ട് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. അവർക്ക് പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് അല്ലല്ലോ ഉൾക്കണ്ട. നമ്മൾ കണ്ടതല്ലേ, പാർട്ടിക്കകത്ത് ഒരാൾ ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ച, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ച ചന്ദ്രശേഖരനെയാണ് 52 വെട്ട് വെട്ടിയിട്ട് കുണ്ടമാക്കി മാറ്റിയത്. ആ ഓർമ്മയിൽ നിന്നും കേരളം ഇപ്പോഴും മാറിയിട്ടില്ല. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് പോലും നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടാണ് രമ ഇപ്പോഴും ഈ കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമ്മുടെ എത്രയോ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാരടക്കം, സഹോദരിമാരടക്കം, പ്രായമായവരടക്കം ഗൾഫ് നാടുകളിൽ പാടുപെട്ട് കഷ്ടപ്പെടുകയാണ്. ആ ശങ്കയുടെ മുൾമുനകളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിൽ വരുമാനത്തെ പോലും ബാധിച്ചുകൊണ്ട് അവർ ദുഃഖത്തിലൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. നാട്ടിൽ സമാധാനം അവരും ആഗ്രഹിക്കുന്നു. ആ സമാധാനം കിട്ടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈ നാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇപ്പോ ഈ ബോംബ് നിർമ്മാണത്തിനും ഈ ആക്രമണത്തിലൊക്കെ കൂട്ടു നിൽക്കുന്ന ആരാ? പിണറായിയുടെ പോലീസ്. പിണറായിയുടെ പോലീസാണ്. ഒരു നടപടി അവർ സ്വീകരിക്കാറില്ല. ആകെ സ്വീകരിക്കുന്നത് പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമല്ലാതെ മറ്റൊന്നും കേരള പോലീസിന് ഇപ്പൊ ചെയ്യാനില്ല, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ. അപ്പൊ ആ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള യാത്രയാണ് ഇന്ന് നടത്തിയത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്യുന്നു. കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല, ഈ നാടിന്റെ സമാധാനവും നമ്മുടെ ലക്ഷ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമ്മൾ സമാധാനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം അങ്ങേയറ്റം അഭിവാദ്യം ചെയ്യുകയാണ്. അങ്ങേയറ്റം സന്തോഷത്തോടെ പാറക്കലും അഭിജിത്തും ഇവിടെയുണ്ട്. രണ്ടുപേരും നമുക്ക് ഏറ്റവും അഭിമാന താരങ്ങളായിട്ടുള്ളതാണ്. രണ്ടുപേരെയും മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.